ഞാൻ സൈനുദ്ദീൻ പൊന്നാനിയിലാണ് വീട്. പൊന്നാനി തന്നെയാണ് എന്റെ സ്ഥാപനം ഉള്ളത്. PVS കൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു വുഡിന്റെ വർക്കുള്ള ഒരു സ്ഥാപനമാണ്. പഴയ മരങ്ങളൊക്കെ വീട് പൊളിച്ചതൊക്കെ ആയിട്ടാണ് അധികം വർക്കുകൾ ചെയ്യുന്നത്. പുതിയതും ചെയ്യാറുണ്ട്. അത് ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതുപോലെ ചെയ്തു കൊടുക്കാറുണ്ട്. കൂടുതലും ഈ പഴയ മരങ്ങൾ വീട് പൊളിച്ചിട്ട് നമ്മൾ തന്നെ പൊളിച്ചെടുത്തിരുന്നതാണ് ആദ്യം. ഇപ്പൊ കുറെ ആളുകൾ പൊളിച്ച് നമുക്ക് തരാറുണ്ട് മരങ്ങൾ. അപ്പൊ അതായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് നല്ല നല്ല ഇരുള്, പ്ലാവ്, തേക്ക് അങ്ങനൊക്കെ ഇതിൽ വരാറുണ്ട്. പഴയ മരം ആകുമ്പോൾ കുറെ കാലം ഇനി യൂസ് ചെയ്യാൻ പറ്റും. ഈ പുതിയ മരം യൂസ് ചെയ്യാൻ പറ്റാത്തതല്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ മരത്തിൽ കുറച്ച് ഈർപ്പുണ്ടാവും. അപ്പോൾ ഒന്നൊരു കൊല്ലെങ്കിലും നമ്മൾ മരം ഈർന്നിട്ട് വണ്ണം കുറഞ്ഞ മരം മൂപ്പ് കുറയും. മൂപ്പ് കുറഞ്ഞാൽ അതാണ് ഈ വേഗം കുത്തി കേട് വരിക. അതും ചുമരിനോട് ചെങ്കല്ലൊക്കെ ആകുമ്പോൾ ചുമരിനോട് ചേർന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ചെതല് കയറാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ആളുകള് താബൂക്ക് സൈഡിൽ വെച്ചിട്ട് അതിനോട് പറ്റിച്ച് വെക്കുമ്പോൾ കുറെയൊക്കെ അതിന് ഗുണം ചെയ്യും. ചെങ്കലിനോട് ചേർത്ത് വെക്കുന്ന മരങ്ങൾ ഏതായാലും പെട്ടെന്ന് കുത്തി കേടൊന്ന് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ മരം പുതിയ തന്നെ വേണം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലെങ്കിലും ഈർന്നതിന് ശേഷം അതിന് നീര് വലിയാൻ വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്താൽ കുറെ കാലൊക്കെ അതും വണ്ണുള്ള മരത്തിൽ തന്നെ ആയിരിക്കണം തടികൾ യൂസ് ചെയ്യാൻ. അതേപോലെ തന്നെ ഈ പഴയ മരമാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. അതിന് ഈർപ്പൊക്കെ കുറെ കാലമായിട്ട് വർഷങ്ങളോളം ഇവിടെ ഉള്ള മരങ്ങൾ തന്നെ 50, 80, 100 പഴക്കമുള്ള തടികള്, ബീമുകൾ അങ്ങനെ പഴക്കമുള്ള മരങ്ങളാണ്. അപ്പൊ ആ മരം കൊണ്ടൊക്കെ ഇനിയും അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്ര കേട് വന്നിരിക്കുന്നു. ഇനിയിപ്പൊ അതിന്റെ കേട് വന്ന ഭാഗം ഉണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് വീണ്ടും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറെ മരങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ കാര്യങ്ങൾ ഇത്തിരി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇത് 5 വർഷം ഒക്കെ ആയി തുടങ്ങി. ആളുകള് മരത്തിനേക്കാൾ കൂടുതൽ സ്റ്റീലാണെന്ന് പറഞ്ഞിട്ട്, സ്റ്റീൽ എന്ന പേര് മാത്രമല്ല, സാധനം GI പൈപ്പ് ഇരുമ്പ് തന്നെയാണ് അത്. അതും ഈ ഒരു വളരെ കുറഞ്ഞ MM സ്റ്റീലാണെന്ന് ഉണ്ടാക്കുന്നത്. അതൊന്നും കുറെ കാലം നിൽക്കില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ചുമരിനോട് ചേർന്ന് നിൽക്കുന്ന സാധനം ഇപ്പൊ തന്നെ ചില ആളുകൾ കംപ്ലൈന്റ് വന്നിട്ട് ഇത് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കുറച്ചു കാലം ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. മൊത്തത്തിലല്ല, എന്നാലും സ്റ്റീലിലേക്ക് മാറുന്നില്ല. പക്ഷെ വീണ്ടും തിരിച്ചത് മരത്തിലേക്ക് തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മനസ്സിലായി തുടങ്ങിയ ആളുകൾക്ക് സ്റ്റീല് കുറച്ചു കാലം കഴിയുമ്പോൾ കേട് വന്നിട്ട് പരാതികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മരം തന്നെയാണ് വർഷങ്ങളോളം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാല് വലിയ ഒരുപാട് വീടുകള്, പള്ളികള്, 500 മേലെ പഴക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, പള്ളികളൊക്കെ ഉണ്ട് ഇപ്പോഴും. അതൊക്കെ മരത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ നല്ല മരം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈർപ്പമില്ലാത്ത മരങ്ങളാണെങ്കിൽ, ഈർപ്പം എന്ന് പറഞ്ഞാൽ ഏത് മരത്തിനും ഈർപ്പുണ്ടാവും. ഒരു കൊല്ലെങ്കിലും കഴിഞ്ഞാലാണ് അതിന്റെ ഈർപ്പം പോവുള്ളൂ. അപ്പൊ ആ മരത്തിലൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തായാലും കുറെ കാലം നിൽക്കും. അപ്പൊ പുതിയ മരത്തിലാവുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊല്ലെങ്കിലൊക്കെ ഈർന്നതിന് ശേഷം വെക്കണം. അപ്പൊ പിന്നെ അത്ര വലിയ പ്രശ്നമില്ലാതെ. തടി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ, വെള്ളം തന്നെ കാതിലില്ലാത്ത ഭാഗമാണ് വെള്ളം. അതുണ്ടായി കഴിഞ്ഞാൽ എന്തായാലും മരം കേടുവരും. എത്ര നല്ലതാണെന്ന് പറഞ്ഞു തന്നാലും കേടുവരും. പിന്നെ നിങ്ങൾ ഞാൻ എവിടെയെങ്കിലും മരമൊക്കെ ഓർഡർ ചെയ്ത് എടുക്കുകയാണെങ്കിലും എവിടുന്നും പ്രൈമറൊക്കെ അടിച്ചതിന് ശേഷം മേടിക്കരുത്. കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ അറിയില്ല മരം എന്തായിരുന്നു. അപ്പൊ അതിന്റെ എവിടെയെങ്കിലും ഓർഡർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളത് പ്രൈമർ അടിക്കാതൊക്കെ മേടിക്കണം. കണ്ടിട്ട് മേടിക്കണം. തടി വണ്ണുള്ള മരത്തിമൊന്നും ആയിരിക്കണം. അതിനൊക്കെ ശ്രദ്ധിക്കുക. നമ്മളിവിടെ ആവശ്യക്കാർക്ക് എന്താണ്, ഇപ്പൊ ഒരു വീട്ടിൽ ചെറിയൊരു ഗ്ലാസ് പൊട്ടി എന്ന് പറഞ്ഞാൽ പോലും വർക്ക് ചെറുത് വലുതൊന്നുമല്ല. ആളുകൾക്ക് ആവശ്യത്തിന് ഇവിടെ സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞയച്ചു കൊടുക്കാറുണ്ട്, എന്ത് വർക്കായാലും. അപ്പൊ അവർക്ക് പുതിയ വർക്ക് വേണമെങ്കിൽ പുതിയതും ചെയ്തു കൊടുക്കാറുണ്ട്. ഇവിടെ നമ്മള് ഇവിടെ തന്നെ പല ആളുകളും മരം നല്ല നല്ല തടികൾ നമുക്ക് തരാറുണ്ട് കീറുന്നതിന് ശേഷം. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോ ഒരു 6 മാസം ഒക്കെ കഴിഞ്ഞാലാണെങ്കിൽ ആളുകൾക്ക് രണ്ടാമത് ഓർഡർ പ്രകാരം നമ്മൾ പുതിയ തന്നെ ചെയ്തു കൊടുക്കും ആവശ്യക്കാർക്ക്. ഇപ്പൊ കുറച്ച് ഇത് ഞാൻ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 25 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 10 വർഷമായിട്ടുള്ളൂ ഈ ഭാഗത്തേക്ക്. പക്ഷെ നേരത്തെ എന്റെ ജോലി, ഇതുമായി ബന്ധപ്പെട്ട ജോലി 25 വർഷം എന്റെ വീട് വേറൊരു ഭാഗത്തുനിന്ന് വീട്ടിൽ നിന്ന് ചെറുതായിട്ട് തുടങ്ങിയതാണ്. അപ്പൊ ഇപ്പൊ ഒരു 25 വർഷത്തിന് മേലെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് എനിക്കുള്ള എക്സ്പീരിയൻസ് ആണ്. പല ആളുകൾക്കും നമുക്ക് സ്ഥാപനത്തെ അറിയാം. അപ്പൊ അതിന്റെ പേരില് പല പൊന്നാനി തന്നെ, പൊന്നാനി മാത്രമല്ല, ഇപ്പൊ വളാഞ്ചേരി, അകലാട്, തിരൂര്, അങ്ങനെ പട്ടാമ്പി ഭാഗത്തും അവിടെ വരെയൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് സാധനം മേടിച്ചിട്ടുണ്ട്. പല സമയത്തായിരുന്നു കൊച്ചിയിലേക്ക് വരെ ഇവിടുന്ന് സാധനം കയറ്റി പോയിട്ടുണ്ട്. ഒരിക്കൽ ഒരു ടീമിന് വീട് വെക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് സാധനം കൊച്ചിയിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോയത്. ഇനിയിപ്പോ നമ്മൾ അടുത്തതായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്താ വെച്ചാൽ കട്ടറിന്റെ ഒരു സെക്ഷൻ വേറെ, ഡോറിന്റെ ഒരു സെക്ഷൻ വേറെ, അങ്ങനെ ഓരോ ഐറ്റംസിന്റെ സെക്ഷൻ വേറെ ആയിട്ട് ഇത് ചെയ്യണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. നല്ല സ്ഥലം വേണം അതിന്. ഇപ്പൊ തന്നെ സാധനങ്ങൾ വെക്കാൻ, ഈ ഒരു സാധനം വെച്ചാലും ഇവിടുന്ന് മറ്റേ സാധനം എടുക്കാൻ വെയിറ്റ് കൂടി സാധനങ്ങളല്ലേ, എടുക്കാനുള്ള പ്രയാസങ്ങൾ, ആൾക്കാർക്ക് എടുത്തു കൊടുക്കാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ തുടങ്ങണമെന്നൊക്കെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം സ്ഥലം വേണം അതിന്. ഈ പഴയ സാധനങ്ങൾ ആൾക്കാർ മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ കട്ടളകളൊക്കെ പണ്ടത്തിലൊക്കെ ആകുമ്പോൾ ഉയരം കുറയും. അതൊന്നും നമുക്ക് ഇനി വീണ്ടും കട്ടളായിട്ട് കൊടുക്കാൻ പറ്റില്ല. ചില ആളുകൾക്ക്
മാറ്റേണ്ട പഴയ വീട്ടിലെ കട്ടള മാറ്റേണ്ടതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ കട്ടള ഉപയോഗിക്കാൻ പറ്റും. അല്ലാത്താണെങ്കിൽ കട്ടളൊക്കെ നമ്മൾ പുതിയ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, ഹൈറ്റ് കിട്ടൂല. അപ്പൊ അതിന്റെ ആ മരങ്ങൾ നമ്മൾ ജനലിന്റെ കാലുകളൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കും. പിന്നെ പഴയ മരത്തിൽ തന്നെ പലതും പൊളിച്ചു വന്നാണെങ്കിൽ നല്ല നല്ല ജനലിൽ കട്ടള സാധനമൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും കംപ്ലൈന്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ സെയിൽ ചെയ്യും. കംപ്ലൈന്റ് ഉള്ളതാണെങ്കിൽ ഒരു പടി മാറ്റാനോ അല്ലെങ്കിൽ ഒരു കാലം മാറ്റാനാണെങ്കിൽ ആ അങ്ങനത്തെ ഓരോ പാർട്സുകൾ മാറ്റിയിട്ട് അത് റീസെറ്റ് ചെയ്തിട്ട് അത് കൊടുക്കും. ഇപ്പോഴും ചെയ്യായില്ല വീട് പക്ഷെ ആദ്യം കൂടുതൽ അങ്ങനെ പൊളിക്കാനൊക്കെ എടുത്തിരുന്നു. പിന്നെ നമുക്കിവിടെ വേറെ കുറച്ച് കൺസ്ട്രക്ടറുകൾ കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് ഈ മേലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട് പൊളിച്ചാൽ പിന്നെ ഒന്നും ബാക്കിയൊക്കെ ഉണ്ടാവില്ല. കാരണം മണ്ണിന് ആൾക്കാർ ഉണ്ട്, കമ്പി എടുക്കാൻ ഇരുമ്പെടുക്കാൻ ആൾ റെഡിയാണ്, അതിന്റെ എല്ലാ സാധനം എടുക്കാൻ ആൾക്കാരുണ്ട്, മരം എടുക്കാനാണെങ്കിലും ആൾക്കാരുണ്ട്. മരങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുവരും ആൾക്കാർ. അപ്പൊ അവരൊക്കെ നമ്മളങ്ങനെ എടുത്തിട്ട് ഉപയോഗപ്പെടുത്തും. എനിക്ക് 2 സ്ഥാപനങ്ങളേ ഉള്ളൂ. ഇത് കൂടാതെ വേറെ സ്ഥാപനം കൂടി ഉണ്ട്. അത് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്തായിട്ട്. അതൊരു ഇവിടെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ കുറച്ച് സാധനം സ്റ്റോക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് അവിടെയും ചെയ്യുന്നുണ്ട്. പൊന്നാനിയില് ഹൈവേയിലാണ്, പൊള്ളപ്പുറം എന്ന സ്ഥലത്താണ്. പൊന്നാനി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിന്റെ അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള ദൂരത്ത് പള്ളപ്പുറം എന്ന സ്ഥലത്ത് ഹൈവേ തന്നെയാണ് ഇതുള്ളത്. സർവീസ് റോഡിലാണ് ഉള്ളത്.